ഹലോ സ്റ്റുഡൻസ്, NCERT 8th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ ഇൻഡസ്ട്രീസ് എന്ന 5ാം പാഠത്തിൻ്റെ 3ാം വീഡിയോ ആണ് ഈ ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. പേജ് നമ്പർ 58ലുള്ള അഹമ്മദാബാദ് എന്ന് തുടങ്ങുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. അഹമ്മദാബാദ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗുജറാത്ത് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി സബർമതി റിവർ. ഗുജറാത്തിലുള്ള സബർമതി നദീ തീരത്താണ് അഹമ്മദാബാദ് എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ദ ഫസ്റ്റ് മിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1859. ആദ്യത്തെ കോട്ടൺ വ്യവസായത്തിൻ്റെ മില്ല് സബർമതി തീരത്തുള്ള അഹമ്മദാബാദ് സ്ഥാപിതമാവുന്നത് 1859. ഇറ്റ് സൂൺ ബിക്കെയിം ദി സെക്കൻഡ് ലാർജസ്റ്റ് ടെക്സ്റ്റൈൽ സിറ്റി ഓഫ് ഇന്ത്യ ആഫ്റ്റർ മുംബൈ. അത് ഉടനെ തന്നെ മുംബൈക്ക് ശേഷം ഇന്ത്യയിലുള്ള രണ്ടാമത്തെ വലിയ ടെക്സ്റ്റൈൽ സിറ്റി ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. അഹമ്മദാബാദ് വാസ് ദർഫോർ ഓഫൺ റിഫേർഡ് ടു ആസ് ദി മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ അഹമ്മദാബാദ് ഉടനെ തന്നെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന പേരിലും അറിയപ്പെടുവാൻ തുടങ്ങി. യൂറോപ്പിലെ വസ്ത്ര വ്യവസായത്തിൻ്റെ സ്ഥലമാണ്, അതിൻ്റെ സെൻറ്ററാണ് മാഞ്ചസ്റ്റർ. അതുപോലെയാണ് ഇന്ത്യയിലെ വസ്ത്രവ്യാപാരത്തിൻ്റെ സെൻറ്ററായിട്ട് അഹമ്മദാബാദ് വളർന്നു വരികയാണ് ഉണ്ടായത്. ഫേവറബിൾ ലൊക്കേഷണൽ ഫാക്ടേഴ്സ് വർ റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിലുള്ള പ്രാദേശികപരമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളാണ് കോട്ടൺ വ്യവസായത്തിൻ്റെ ഘടകങ്ങളായിട്ട് സംഭവിച്ചത്. അഹമ്മദാബാദ് ഈസ് സിറ്റുവേറ്റഡ് വെരി ക്ലോസ് ടു കോട്ടൺ ഗ്രോയിങ് ഏരിയ. അഹമ്മദാബാദ് കോട്ടൺ വളർത്തുന്ന ഏരിയകൾക്ക് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ദിസ് എൻഷ്യൂർ ഈസി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. വളരെ അടുത്തതായതുകൊണ്ട് തന്നെ തുണി വ്യവസായത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നു. ദ ക്ലൈമറ്റ് ഈസ് ഐഡിയൽ ഫോർ സ്പിന്നിങ് ആൻഡ് വേവിങ്. മാത്രമല്ല അഹമ്മദാബാദിലുള്ള കാലാവസ്ഥ വസ്ത്രം നെയ്യുന്നതിനും വസ്ത്രം നൂൽക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. ദ ഫ്ലാറ്റ് ടെറൈൻ ആൻഡ് ഈസി അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി മിൽസ്. വളരെ പരന്നതായിട്ടുള്ള പ്രദേശമായതും അതുപോലെ സ്ഥലം വളരെ എളുപ്പത്തിൽ ലഭ്യമാവുന്നതുമായിട്ടുള്ള കാരണത്താൽ തന്നെ അവിടെ മില്ല് സ്ഥാപിക്കുന്നതും വളരെ ഉചിതമായിട്ട് മാറി. ദ ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര പ്രൊവൈഡ് ബോത്ത് സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ലേബേഴ്സ്. വളരെ സാന്ദ്രതയോടെ ജനസംഖ്യയുള്ള മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലത്തെ സംസ്ഥാനങ്ങളിൽ നല്ല ഉയർന്ന കഴിവുള്ളതും അല്ലെങ്കിൽ ഭാഗികമായിട്ട് കഴിവുള്ളതുമായിട്ടുള്ള ജോലിക്കാരുടെ ലഭ്യത വളരെ പ്രധാനമായിരുന്നു. മാത്രമല്ല ഇത്തരം ജോലിക്കാർ ഈ സംസ്ഥാനങ്ങളിൽ വളരെ സുലഭമായിരുന്നു. വെൽ ഡെവലപ്ഡ് റോഡ് ആൻഡ് റെയിൽവേ നെറ്റ്വർക്ക് പെർമിറ്റ്സ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ടെക്സ്റ്റൈൽസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി, ദസ് പ്രൊവൈഡിങ് ഈസി ആക്സസ് ടു ദി മാർക്കറ്റ്. ഇത്തരം പ്രദേശങ്ങളിലുള്ള വളരെ പുരോഗതി ആർജിച്ച റോഡുകളും അതുപോലെ റെയിൽവേ ശൃംഖലകളും ഈ വസ്ത്ര ഉൽപ്പന്നങ്ങളെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ എത്തിക്കലിലൂടെ തന്നെ ഇത് ചന്തകളിലേക്ക്, മാർക്കറ്റിലേക്ക് സുലഭമായിട്ട് പോവുകയും ചെയ്തു. മുംബൈ പോർട്ട് നിയർ ബൈ ഫെസിലിറ്റേറ്റ് ഇമ്പോർട്ട് ഓഫ് മെഷീനറി ആൻഡ് എക്സ്പോർട്ട് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽസ്. മുംബൈയിലുള്ള തുറമുഖം ഇതിനു വേണ്ട മെഷീനുകൾ ഇറക്കുമതി ചെയ്യുന്നതിനും അതുപോലെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻസ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും വളരെ സൗകര്യമായി വർത്തിച്ചു. ബട്ട് ഇൻ ദി റീസെൻറ്റ് ഇയേഴ്സ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽസ് ഹാവ് ബീൻ ഹാവിംഗ് some problems. Several textile mills have closed down. This is primarily due to the emergence of new textile centers in the country as well as non-upgradation of machines and technology in the mills of Ahmedabad. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അഹമ്മദാബാദിലുള്ള തുണി വ്യവസായ മില്ലുകൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് ടെക്സ്റ്റൈൽ മില്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അഹമ്മദാബാദിൽ തന്നെ ധാരാളമായിട്ട് വ്യവസായ കേന്ദ്രങ്ങൾ തുറന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹേതു. എത്തരം എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഈ മെഷീനുകളുടെ അപ്ഡേഷൻ ഇല്ലാത്തതും ഒരു കാരണമായി വർത്തിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലുള്ള മില്ലുകളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള മെഷീനുകൾ മാറ്റി സ്ഥാപിക്കാത്തത്, അതുപോലെ അവിടെയുള്ള മെഷീനുകൾക്ക് അപ്ഗ്രേഡ് കിട്ടാത്തത് കൊണ്ടൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പുതുതായി തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള മെഷീനുകളുള്ള പുതിയ മില്ലുകൾ തുടങ്ങിയത് കാരണത്താൽ പഴയ മില്ലുകളായ ഈ മെഷീനുകളുടെ അപ്ഗ്രേഡ് ഇല്ലാത്ത അഹമ്മദാബാദിലുള്ള പല ടെക്സ്റ്റൈൽ സെൻറ്ററുകളും മില്ലുകളും അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്.
ഇനി അടുത്തതായി ഒസാക്ക. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റൈൽ സെൻറ്റർ ഓഫ് ജാപ്പാൻ, ഓൾസോ നോൺ ആസ് ദി മാഞ്ചസ്റ്റർ ഓഫ് ജാപ്പാൻ. ജപ്പാനിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തുണി വ്യവസായ കേന്ദ്രമാണ് ഒസാക്ക. അതിനെ ജപ്പാനിലെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നു. ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്ഡ് ഇൻ ഒസാക്ക ഡ്യൂ ടു സെവറൽ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. ജപ്പാനിൽ ഒസാക്കയിൽ ഇതുപോലെ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുവാൻ കുറേ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. The extensive plain round Osaka ensured that land was easily available for the growth of cotton mills. നീണ്ടു പരന്ന് വിശാലമായി കിടക്കുന്ന സ്ഥലം, ഒസാക്കയിലുള്ള ഈ പ്രദേശം തുണി വ്യവസായത്തിൻ്റെ കോട്ടൺ മില്ല് സ്ഥാപിക്കുവാൻ സ്ഥലം വളരെ ഈസി ആയിട്ട് ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. വാം ഹ്യൂമിഡ് ക്ലൈമറ്റ് ഈസ് വെൽ സ്യൂട്ടഡ് ടു സ്പിന്നിങ് ആൻഡ് വീവിങ്. മാത്രമല്ല ഇവിടുത്തെ ചൂടേറിയ ഈർപ്പമുള്ള കാലാവസ്ഥ വസ്ത്രം നെയ്യുന്നതിനും നൂൽക്കുന്നതിനുമൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയാണ്. ദ റിവർ യോഡോ പ്രൊവൈഡ്സ് സഫീഷ്യൻറ്റ് വാട്ടർ ഫോർ ദി മിൽസ്. അടുത്തുള്ള യോഡോ പുഴ ആവശ്യമായ വെള്ളം അതിനുവേണ്ടി തയ്യാറാക്കുന്നു. ലേബർ ഈസ് ഈസിലി അവൈലബിൾ. ജോലിക്കാരും അതുപോലെ വളരെ എളുപ്പമാണ് ലഭ്യമാക്കാൻ. ലൊക്കേഷൻ ഓഫ് പോർട്ട് ഫെസിലിറ്റേറ്റ്സ് ഇമ്പോർട്ട് ഓഫ് റോ കോട്ടൺ ആൻഡ് ഫോർ എക്സ്പോർട്ടിംഗ് ടെക്സ്റ്റൈൽസ്. വളരെ അടുത്ത് തന്നെയുള്ള തുറമുഖം റോ കോട്ടൺ, ഇതിനു വേണ്ട അസംസ്കൃത കോട്ടൺ ഇറക്കുമതി ചെയ്യുന്നതിനും അതുപോലെ തുണി വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിനും ഉപകാരമായി. ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അറ്റ് ഒസാക്ക ഡിപ്പെൻഡ്സ് കംപ്ലീറ്റ്ലി അപ്പോൺ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ്. ഒസാക്കയിലുള്ള ഈ തുണി മില്ലുകളൊക്കെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കളെയാണ്. കോട്ടൺ ഈസ് ഇമ്പോർട്ടഡ് ഫ്രം ഈജിപ്റ്റ്, ഇന്ത്യ, ചൈന ആൻഡ് USA. ഒസാക്കയ്ക്ക് വേണ്ട കോട്ടൺ ഇറക്കുമതി ചെയ്യുന്നത് ഈജിപ്ത്, ഇന്ത്യ, ചൈന ആൻഡ് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ്. ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഈസ് മോസ്റ്റ്ലി എക്സ്പോർട്ടഡ് ആൻഡ് ഹാസ് എ ഗുഡ് മാർക്കറ്റ് ഡ്യൂ ടു ഗുഡ് ക്വാളിറ്റി ആൻഡ് ലോ പ്രൈസ്. ഇവിടെ നിർമ്മിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ടത് കയറ്റുമതി ചെയ്യപ്പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നല്ല മാർക്കറ്റും അതുപോലെ നല്ല ക്വാളിറ്റിയുമാണ്, ചെറിയ പൈസയുമാണ് ഈ വസ്തുക്കളെ ധാരാളമായി കയറ്റുമതി ചെയ്യുവാനുള്ളൊരു കാരണം. Though it is one of the important textile cities in the country, of late the cotton textile industry of Osaka has been replaced by other industries such as iron and steel, machinery, shipbuilding, automobiles, electrical equipment and cement. ഒസാക്കയാണ് രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേന്ദ്രമെങ്കിലും പിന്നീട് ഈ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ മറ്റു ഇൻഡസ്ട്രികളായിട്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എത്രമെന്ന് വെച്ചാൽ അയൺ ആൻഡ് സ്റ്റീൽ, മെഷീനറി, ഷിപ്പ് ബിൽഡിംഗ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് ആൻഡ് സിമെൻറ്റ്. ഒസാക്കയിലുള്ള ഈ ഒരു തുണിമില്ല് പിന്നീട് അത് അയൺ ആൻഡ് സ്റ്റീലിൻ്റെയും മെഷീനറികളുടെയും ഷിപ്പ് ബിൽഡിങ്ങിൻ്റെയും ഓട്ടോമൊബൈൽ അതുപോലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെയും സിമെൻറ്റിൻ്റെയും ഒക്കെ ഇൻഡസ്ട്രി ആയിട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഹമ്മദാബാദും ഒസാക്കയുമാണ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ലോകത്ത് അറിയപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങൾ. അതിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ഒന്നാമത്തേത് നോക്കൂ. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ കാണിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. വാട്ട് ഈസ് മീൻ ബൈ ദി ടേം ഇൻഡസ്ട്രി? എന്താണ് ഇൻഡസ്ട്രി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യത്തിൽ പഠിച്ചിരുന്നു. രണ്ടാമത്തത്, വിച്ച് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി? ഏതൊക്കെയാണ് ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ പ്രദേശവുമായിട്ട് വളരെ സ്വാധീനം ചെലുത്തുന്ന കാരണങ്ങൾ? ഒരു 7 കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എഴുതുക. മൂന്നാമത്തത്, വിച്ച് ഇൻഡസ്ട്രി ഈസ് ഓഫൺ റിഫേർഡ് ടു ആസ് ദി ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ആൻഡ് വൈ? ഏത് വ്യവസായ മേഖലയാണ് ആധുനിക വ്യവസായ മേഖലകളുടെ നട്ടെല്ലായിട്ട് കണക്കാക്കപ്പെടുന്നത്? അത് വളരെ സിമ്പിളാണ്. അത് എന്തുകൊണ്ടാണെന്ന് എഴുതുക. നാലാമത്തത്, വൈ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റാപ്പിഡ്ലി എക്സ്പാൻഡഡ് ഇൻ മുംബൈ? എന്തുകൊണ്ടാണ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മുംബൈയിൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു പിടിച്ചത്? അപ്പോൾ എല്ലാവരും ഉത്തരം കണ്ടെത്തുകയും നോട്ട് ബുക്കിൽ അത് എഴുതുകയും ചെയ്യുക. അതുപോലെ രണ്ടാമത്തത്, ടിക്ക് ദി കറക്റ്റ് ആൻസർ. ഇതിൽ നിന്ന് ശരിയായത് ടിക്ക് ചെയ്യുക. ഫോർട്ട് ഗ്ലോസ്റ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ഫോർട്ട് ഗ്ലോസ്റ്റർ സ്ഥിതി ചെയ്യുന്നത് എ വെസ്റ്റ് ബംഗാൾ, ബി കാലിഫോർണിയ, സി ഗുജറാത്ത്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നാച്ചുറൽ ഫൈബർ? താഴെ കാണുന്ന ഏതാണ് നാച്ചുറൽ ഫൈബർ? എ നൈലൺ, ബി ജൂട്ട്, സി അക്രിലിക്.
മൂന്നാമത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി ഫോളോയിങ്. താഴെ കാണുന്നതിന് വ്യത്യാസം മനസ്സിലാക്കുക. 1. അഗ്രോ ബേസ്ഡ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്താണ്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്. രണ്ടാമത്തത് പബ്ലിക് സെക്ടർ ആൻഡ് ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രി. പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി എന്താണ്, പൊതുമേഖലാ വ്യവസായം. ആൻഡ് ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രി, ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രി എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് എഴുതിയാൽ തന്നെ അതിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തത് ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് ദി ഫോളോയിങ് ആൻഡ് ദി സ്പേസ് പ്രൊവൈഡഡ്. താഴെ കൊടുത്തവകൾക്ക് അതിൻ്റെ ഒഴിച്ചുവിട്ട സ്ഥലങ്ങളിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. ഒന്നാമത്തത് റോ മെറ്റീരിയൽ ഡാഷ് ആൻഡ് ഡാഷ്. ഏതൊക്കെയാണ് റോ മെറ്റീരിയലിൻ്റെ ഉദാഹരണങ്ങൾ 2 എഴുതുക. പിന്നെ എൻ പ്രൊഡക്ട്സിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. മൂന്നാമത് ടെറിട്ടറി ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. 4 അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതിൻ്റെ ഉദാഹരണങ്ങളും എഴുതുക. കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ കോപ്പറേറ്റീവ്സ്, അതിൻ്റെ ഉദാഹരണങ്ങൾ ആ ഒഴിവ് തന്ന സ്ഥലങ്ങളിൽ എഴുതുക. അപ്പോൾ എല്ലാവരും ക്ലാസ് ഉഷാറായിട്ട് കേൾക്കുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.